വാവ്, അടിപൊളിയായി. ഹായ് ഫ്രണ്ട്സ്, ചിരുളി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നോമ്പൊക്കെ ആണല്ലോ, അതുപോലെ വേനലാണ്. ഇപ്പോൾ നോമ്പൊക്കെ തുറക്കാൻ നേരത്തെ ഒരു വെറൈറ്റി ഡ്രിങ്ക്സ് ഉണ്ടാക്കി കുടിക്കാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ആ വെറൈറ്റി ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സിറപ്പ് ഉണ്ടാക്കണം. ബ്ലൂ കറാക്കുവ എന്നാണ് ആ സിറപ്പിൻ്റെ പേര്. അപ്പോൾ നമുക്ക് വേഗം ആ സിറപ്പ് ഉണ്ടാക്കാൻ നോക്കാം, എന്നിട്ട് നമുക്ക് ആ ഡ്രിങ്ക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ബ്ലൂ കറാക്കുവ എന്നുള്ള പേരൊന്നും കേട്ടാലും ബെജാറാവേണ്ട, അടുങ്ങാണ്ട. നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോണേ. അപ്പോൾ ഈ സിറപ്പിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കുറച്ച് പട്ടയാണ് കേട്ടോ, ഇതാ പട്ട. അതുപോലെ ഇതാ ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചാണ്. അപ്പോൾ അത്, പിന്നെ പഞ്ചസാര, പിന്നെ ബ്ലൂ കളർ, ഇത്രയും സാധനമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് എത്തിക്കാം കേട്ടോ. നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കണേ. എന്നിട്ട് ആ പാത്രത്തേക്ക് ഇതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, സാധാരണ പച്ചവെള്ളം. നമുക്ക് ഈ വെള്ളത്തേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. വെറുതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ഇതാ അതേപോലെ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഇതാ പട്ട, വലുതാണെങ്കിൽ ഒരു വലിയ പട്ട ഇട്ടാൽ മതി. ഞാനിത് 3 കഷ്ണാക്കിയിട്ടുണ്ട്, അതും കൂടി ഇട്ടു. ഇത് നല്ലോണം തിളക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി കുറച്ച് നേരം കൂടി തിളച്ചോട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റോളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങിക്കേട്ടോ. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കിത് നല്ലപോലെ നരിച്ച് മാറ്റിക്കേട്ടോ. അപ്പം നമ്മളെ സിറപ്പ് ഇതാ നല്ലോണം തണുത്ത് ചൂടാറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെറും കറാക്കുവയാണ്. ഇത് നമുക്ക് ബ്ലൂ കറാക്കുവ ആക്കണ്ടേ, അപ്പോൾ നമുക്ക് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബ്ലൂ ഫുഡ് കളറ്. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ ഫുഡ് കളറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇളക്കി കൊടുക്കുക. എന്താ ഭംഗിയിലെ, ഇത്തിരിയും കൂടി ചേർക്കാം കേട്ടോ, കളറിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇതൊരു ഭംഗിയാണ്, ഏത് കളർ വേണമെങ്കിലും ചേർക്കാം. ബ്ലൂ കളറാകുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി കിട്ടും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ബ്ലൂ കറാക്കുവല്ലേ, അപ്പോൾ ബ്ലൂ കളർ ചേർക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി സിറപ്പ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളല്ലേ, ഞാൻ പറഞ്ഞില്ലേ എളുപ്പമാണെന്ന്. അപ്പോൾ ആ റെഡിയായ സിറപ്പ് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കുക. നമുക്ക് നമ്മളെ ഡ്രിങ്ക് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ചെറുനാരങ്ങ ഇട്ട് വേണ്ടേ. അപ്പോൾ നമ്മളിതാ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിന് ചെറിയ കഷ്ണങ്ങളാക്കി അരിയാം കേട്ടോ ഞാൻ. അപ്പോൾ ആ ചെറുനാരങ്ങ അരിഞ്ഞ് ഞാൻ ഇത് നമുക്ക് ഇവിടേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് വേണ്ട എന്താ അറിയോ, ഞാൻ സംഭവം കാണിച്ചു തരാം. ഇതാണേ. ഇതെന്താ സംഭവം എന്നറിയോ, ഞങ്ങളിവിടെ കഞ്ഞിക്കൂർക്ക എന്ന് പറയും, പനിക്കൂർക്ക എന്നൊരു പേരുണ്ട്. ഇനി ഇതിന് വേറെ എന്തെങ്കിലും ഒരു പേരുണ്ടെന്നുണ്ട് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതണം കേട്ടോ. അപ്പോൾ ആ സംഭവമാണിത്. അതും വേണം കേട്ടോ നമുക്ക് ഈ ഡ്രിങ്കിക്ക്. അപ്പോൾ അതും മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ട എന്താ, ഇഞ്ചി കഷ്ണം കേട്ടോ. ഇതേപോലെ ചെറിയൊരു ഇഞ്ചി കഷ്ണം കൊടുക്കുക. നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതിയേ. ഇതേപോലത്തെ ഒരു ജാർ എടുക്കുക, എന്തെങ്കിലും ഒരു പാത്രം കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ചെറുനാരങ്ങയില്ലേ ചെറുതാക്കി അരിഞ്ഞ് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിഴിയുക. എന്നിട്ട് ആ തോലോടെ കെട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാതും അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാ ഈ ഇഞ്ചി തച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ കഞ്ഞിക്കൂർക്ക, അത് ഇട്ട് കൊടുക്കണേ. നമുക്കിതിക്ക് കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, തണുത്ത വെള്ളം ഒഴിക്കണേ. നമുക്കിതിക്ക് നമ്മളെ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സിറപ്പ് ഒഴിക്കുമ്പോൾ കണ്ടോ എന്താ ഭംഗിയിലെ, ആ നീല കളർ ഇങ്ങനെ അടിപൊളി. എത്ര കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. വാവ്, കാണാൻ എന്താ ഭംഗിയിലെ. ഇനിയിപ്പോൾ മധുരം ഇതിൽ പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ, നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രിങ്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുടിച്ച് നോക്കണ്ടേ. അപ്പോൾ കുടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ് ഇടല്ലേ ഗ്ലാസ്സിൽ. നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് ഇടുന്നുണ്ട്. നമുക്കിത് ഗ്ലാസ്സിക്ക് ഒഴിക്കാം കേട്ടോ. വാവ്, അടിപൊളിയായി. അപ്പോൾ ഇതാ നമ്മളെ ബ്ലൂ കറാക്കുവ ഡ്രിങ്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. നമ്മളെ ഈ പനിക്കൂർക്ക ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് നടുക്ക് ജസ്റ്റ്. പിന്നെ ഒരു ചെറുനാരങ്ങ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ ഡ്രിങ്ക് റെഡിയായി. ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് പറഞ്ഞുതരാം.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഈ കളർ പോലെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ നോമ്പൊക്കെ നോറ്റ് ക്ഷീണിച്ചിരിക്കുമ്പോൾ വൈകുന്നേരം നോമ്പൊക്കെ തുറക്കുമ്പോൾ വെള്ളം കുടിച്ചതിന് ശേഷം അതേപോലത്തെ ഒരു ഡ്രിങ്കൊക്കെ കുടിച്ചാൽ നല്ലൊരു ഉന്മേഷം കിട്ടും. അതുപോലെ വേനൽക്കാലത്ത് വേനലാണല്ലോ, നോമ്പില്ലാത്തവർക്കും പകലൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്കാണ്. എളുപ്പമാണല്ലോ, എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ട്. പിന്നെ കുറച്ച് ഫുഡ് കളർ, അതൊരു കളറിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ പേരും അതുപോലെയല്ലേ. അപ്പോൾ എന്താ ഞാൻ പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഡ്രിങ്ക്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മളിരുന്ന അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ നമ്മളെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് അവിടെ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി ഒന്ന് കൊണ്ടേ കൊടുക്കുക, ഒരു അഭിപ്രായം കൂടി ഒന്ന് അറിയണമല്ലോ അല്ലേ. നമുക്ക് നേരെ ഗ്രൗണ്ടിലേക്ക് പോവാം. ഔട്ടായോ? ആരൗട്ടായേ? എന്നാ ഔട്ടായ ഏൽക്കുതാ. ഇതൊരു അടിപൊളി ഡ്രിങ്കാണ്. കുടിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. കണ്ടിട്ട് കോക്ടെയിൽ പോലുണ്ടല്ലോ സംഭവം. എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് മുട്ടിച്ചാളി. എങ്ങനെയുണ്ട്? കുടിക്ക്, ഞാനും കുടിക്കല്ലേ. പറയൂ, ഇതെന്താ സംഭവം? എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? പറയും, സത്യസന്ധമായിട്ട് പറയൂ. എന്ത് സാധനം? പിന്നെന്താ, വളരെ നല്ലതാണ് ആരോഗ്യത്തിന്, വയറിന്. കഞ്ഞിക്കൂർക്കൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ വീഡിയോയിൽ വരും, അപ്പോൾ ഈ കണ്ടോണ്ടു. എന്നാലും എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? റിഫ്രഷിങ് കിട്ടണില്ലേ? ഇനി വേണോ? ഞാനൊന്ന് പേറ്റട്ടെ. പിടിച്ചാ എന്നെ പിടിച്ചാ. Ah!